And the nurse is preparing to transfuse fresh frozen plasma FFP to a client. Which of the following actions would be appropriate for the nurse to take? Obtain baseline platelet count, verify ABO compatibility, infuse over 2 to 4 hours, obtain a 12 lead electrocardiogram. Okay, അപ്പോൾ ഇവിടെ FFP ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നഴ്സ്. അപ്പോൾ ഏതൊക്കെ ആക്ഷൻസ് ആണ് ഇവിടെ? ആക്ഷനാണ് എല്ലാത്തിനും ഒരെണ്ണേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ആക്ഷനാണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്നാണ് നഴ്സ് എടുക്കാൻ സാധ്യതയുള്ളതെന്നാണ്. അപ്പോൾ FFP എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ. ആ പ്ലാസ്മ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാര്യം കിട്ടും. ഇവിടെ പ്ലാസ്മയാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്മയിൽ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ബ്ലഡിൻ്റെ അനാട്ടമിയിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. RBC WBC പ്ലേറ്റ്ലെറ്റ് മാറ്റിയിട്ടാണ് പ്ലാസ്മ വരുന്നത്. അപ്പോൾ പ്ലാസ്മയിൽ മെയിനായിട്ട് വെള്ളം ഉണ്ടാവും, വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുകൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഡിസോൾഡ് സബ്സ്റ്റൻസസ്, പ്ലാസ്മ പ്രോട്ടീൻ മെയിനായിട്ട് അല്ലെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ ക്ലോട്ടിംഗ് ഫാക്ടർ ഇതിനകത്തുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ന്യൂസിന് കാരണം. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഡെഫിഷ്യൻസി ഉള്ള കൊയാഗുലോപ്പതി ഉള്ള പേഷ്യൻസിനാണ് FFPയുടെ മെയിൻ ന്യൂസ് വരുന്നത്. അത് ഓർത്തോണം, ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസി. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം വാർഫാരിൻ ടോക്സിസിറ്റി ഉണ്ടാകുന്ന പേഷ്യൻറ്റ്, വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒരു ചിന്ത വന്നാൽ മതി, കാര്യം കിട്ടും. ഇതുകൂടാതെ ഇനിയുണ്ട് സംഭവങ്ങൾ. പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ടായിരുന്നു നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് ചേർത്ത് മനസ്സിലാക്കാനാണെങ്കിൽ ആൽബുമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫൈബ്രിനോജൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ, ഇമ്മ്യൂണോഗ്ലോബുലിൻ മനസ്സിലായോ, ഗ്ലോബുലിനുണ്ട്. അപ്പം ഈ ആൻറ്റിബോഡീസും ഉണ്ടാവും ഇവിടെ. കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാം മനഃപൂർവ്വം. ഓക്കെ, ആൻറ്റിബോഡീസ് ഉണ്ടാവും പ്ലാസ്മയിൽ. പിന്നെ അതുകൂടാതെ മറ്റേ എന്താ പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ ന്യൂട്രിയൻസും ഗ്യാസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാസ്മയിലുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ ഇതുപോലെ വാർഫാരിൻ ടോക്സിസിറ്റി അല്ലെ വൈറ്റമിൻ കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഡെഫിഷ്യൻസി ഒക്കെ മറ്റ് ചില യൂസായിട്ട് പറയാം, വോളിയം റെസിസ്റ്റേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത്, FFP ട്രാൻസ്യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 15 to 30 minutes ആണ്. 15 to 30 minutes ആണ്. നമുക്കതൊരു ഓപ്ഷനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സീല് കണ്ടോ, ഇൻഫ്യൂസ് ഓവർ 2 to 4 hours എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് അവിടെ തെറ്റിച്ച് വന്നിരിക്കുകയാണ്. 15 to 30 minutes FFP കൊടുക്കേണ്ടത്. 2 to 4 hours വേറൊരു സാഹചര്യത്തിൽ അത് കറക്റ്റ് ആവും. ഏതാണെന്നറിയാമോ, മറ്റേ വേറൊരു ബ്ലഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ബ്ലഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള പാക്ഡ് PRBC ഇതിൽ കൊടുക്കുന്ന നമ്മൾ പഠിച്ചായിരുന്നു 2 to 4 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്തിൽ വരുന്നത്. ഇനി ഇവിടെ അപ്പോൾ അതങ്ങ് പോയില്ലേ, 2 to 4 hours 15 to 30 minutes ഇൻഫ്യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒബ്റ്റെയിൻ എ 12 ലീഡ് ഇലക്ട്രോകാർഡിയോഗ്രാം, ECG. ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് പ്രൊഡക്ട്സിൻ്റെയും ഇൻഫ്യൂഷന് മുമ്പായിട്ട് ECG എടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. FFP കൊടുക്കുമ്പോഴും ECG എടുക്കേണ്ട സാഹചര്യമില്ല. പ്രൊസീജിയറിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫ്യൂഷന് മുമ്പ് കൊടുക്കേണ്ട സാഹചര്യമില്ല. പിന്നെ ഒബ്റ്റെയിൻ ബേസ് ലൈൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. മനസ്സിലാക്കുക, FFPയിൽ പ്ലേറ്റ്ലെറ്റ് ഇല്ല, നമ്മൾ പ്ലേറ്റ്ലെറ്റ് വേറെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ ഡെഫിഷ്യൻസി, ത്രോംബോസൈറ്റോപീനിയ ഉള്ള പേഷ്യന്റിന് പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ബേസ് ലൈൻ പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. FFPയിൽ നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അവിടെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നേരത്തെ നോക്കേണ്ട സാഹചര്യമില്ല. കാര്യം പിടികിട്ടിയോ? അത് ത്രോംബോസൈറ്റോപീനിയ ഉള്ള പേഷ്യന്റിന് പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നതിന് മുമ്പ് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. FFPക്ക് അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഓപ്ഷൻ എയും പോയി. അപ്പോൾ തന്നെ ആൻസർ ആയി. എന്നിരുന്നാൽ പോലും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലോട്ട് വരും. വെരിഫൈ ABO കമ്പാറ്റബിലിറ്റി അല്ലേ. ABO കമ്പാറ്റബിലിറ്റി ഇവിടെ ചെക്ക് ചെയ്യണം. സ്വാഭാവികമായിട്ടത് നിങ്ങൾക്ക് ഇപ്പം ബാക്കി എലിമിനേഷനിലൂടെ ബാക്കി വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമോ? ABO കമ്പാറ്റബിലിറ്റി നോക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം മറ്റേ നമുക്ക് ആൻറ്റിജൻ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ആൻറ്റിബോഡി ഉണ്ട്. ഇവിടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ട്, റിയാക്ഷൻ ഉണ്ടാകാം. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാകാം. അതുകൊണ്ടാണ് ആൻറ്റിബോഡീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പ്ലാസ്മയിൽ. പിടികിട്ടിയോ? അപ്പോൾ ആ ആൻറ്റിബോഡീസ് ഈ നമ്മൾ എടുക്കുന്ന പ്ലാസ്മയിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ ഒരു റിയാക്ഷൻ്റെ സാധ്യത, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ്റെ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ABO കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം FFP. നമ്മൾ എവിടെയോ പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ. PRBC മെയിനായിട്ട് PRBC ആണ് ABO ചെക്ക് ചെയ്യേണ്ടത്. കാരണം ആൻറ്റിജൻസ് ഉള്ളതുകൊണ്ട് ഫോറിൻ ആൻറ്റിജൻസ് അവിടെ വരാം. ABOയുടെ ടൈപ്പ് വ്യത്യാസപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പണിയാവും, പ്രതികരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് PRBCയിൽ വേണം, അതുപോലെ തന്നെ FFPയിലും വേണം.
പ്ലേറ്റ്ലെറ്റിൻ്റെ കാര്യത്തിൽ അത് വേറൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സെപ്പറേറ്റ്, പക്ഷേ ഞാനത് വീണ്ടും എടുക്കുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലായതുകൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ABO കമ്പാറ്റബിലിറ്റി നിർബന്ധമില്ല. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ പുറത്ത് RBCയുടെ പുറത്തുള്ളതുപോലെ എന്തില്ല, ആൻറ്റിജൻസ് ഇല്ല, ABO ആൻറ്റിജൻസ് ഇല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ സാഹചര്യത്തിൽ ABO കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് നിർബന്ധമല്ലാത്തത്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ബൂസ്റ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ പക്ഷേ ഇവിടെ എന്താണ് നമ്മുടെ FFPയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ABO ചെയ്യണം. ഓക്കെ, സോ വെരിഫൈ ABO കമ്പാറ്റബിലിറ്റി ഓൾറെഡി ചെയ്തിട്ടുണ്ടോ, അത് ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. വെരിഫൈ ABO കമ്പാറ്റബിലിറ്റി ആണ് അവിടുത്തെ അപ്രോപ്രിയേറ്റ് ആക്ഷൻ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ B. അപ്പോൾ നമ്മളിത് നമ്മുടെ Nclex-RN ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ നിന്നുള്ളൊരു പാർട്ടാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ Nclex-RN വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഈ തിയറി ക്ലാസ് വരുന്നുണ്ട് മെയിനായിട്ട്. അത് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് സിസ്റ്റം വൈസും സബ്ജക്റ്റ് വൈസും ആയിട്ടുള്ള തിയറി ക്ലാസ് പോകുന്നത്. അതിലുപരി നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിനാണ്, ഡെപ്താണ്. അപ്പോൾ അതിൽ ആർച്ചർ, റിവ്യൂ, യു വേൾഡ് രണ്ടിൽ നിന്നുമാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം വൈസായിട്ട് സബ്ജക്റ്റ് വൈസായിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, നമ്മൾ സാധാരണ തിയറിയിലൊക്കെ സാധാരണ സബ്ജക്ട്സ് എല്ലാം ലൈക്ക് മെഡ് സർജ് ആയിക്കോട്ടെ, OBG ആയിക്കോട്ടെ, സൈക്യാട്രി എല്ലാം പോകുന്നുണ്ടെങ്കിലും മെഡ് സർജിലാണ് നമ്മൾ ഫാർമക്കോളജി മെയിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊണ്ടുപോകുന്നത്. സോ ഇവിടെ ഫാർമക്കോളജിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് Nclex-ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമക്കോളജി അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറി ക്ലാസ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നു. അതുകൂടാതെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 10,000-ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നുണ്ട്. ആപ്പിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തിയറി ക്ലാസ് ആയാലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണെങ്കിലും ഏത് സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ DHA, HAAD, MOH, എന്താ പറയുക, പിയേഴ്സൺ വ്യൂ, പ്രോമെട്രിക്, സൗദി പ്രോമെട്രിക്, ഖത്തർ പ്രോമെട്രിക്, കുവൈറ്റ് പ്രോമെട്രിക്, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 60 hours ക്രാഷ് കോഴ്സും അതുപോലെ തന്നെ മിനി ക്രാഷ് കോഴ്സ്, അത് ഏകദേശം ഒരു 5 days സമാനമായിട്ടുള്ള 5 days ക്രാഷ് കോഴ്സും അവൈലബിൾ ആണ്. അതിനകത്തും ഇതുപോലെ തന്നെ തിയറി ക്ലാസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ട്, ക്രാഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തരുന്നുണ്ട്. അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഗവൺമെൻറ് എക്സാംസിന് DME, DHS, AIIMS പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ഗവൺമെൻറ് എക്സാംസിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം നമ്മുടെ Nursingflix ലെക്ചേഴ്സ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡുകാർക്ക് അതുപോലെ തന്നെ എന്താ പറയുക iOS, iPhone യൂസ് ചെയ്യുന്നവർക്കും ലാപ്ടോപ്പിലൂടെ ക്ലാസ് കാണാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ വെബ്സൈറ്റ് വഴിയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫ്രീ ഡെമോ ക്ലാസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെയും വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്.